ഹലോ. ഉമ്മ എന്തായി ഉമ്മ ഇവിടുത്തെ ഒരുക്കങ്ങളൊക്കെ? മാമിമാരൊക്കെ വന്നോ? ഇവിടെ കൊച്ചുങ്ങൾ ഭയങ്കര നിർബന്ധം, കുഞ്ഞാടെ കല്യാണം അല്ലേ, നമുക്ക് പോവാന്നും പറഞ്ഞു. പക്ഷെ എന്ത് ചെയ്യാനാ അമ്മ, അന്ന് ഞാൻ ഇക്കാലത്ത് നിർബന്ധം പിടിച്ച് ഇപ്പം ഇക്ക വിളിച്ചു വെച്ചപ്പോഴും ഉമ്മ അല്ലേ പറഞ്ഞത് ഞാൻ ഇവിടെ നിന്നാൽ മതി, ഞാൻ അങ്ങോട്ട് ചെല്ലണ്ടെന്ന്. അന്ന് ഉമ്മ ഒന്ന് തിരിച്ചു പറഞ്ഞിരുന്നെങ്കിൽ എനിക്കിന്ന് വരാമായിരുന്നു. എന്ത് പറയാനാ, ഞാൻ ഇപ്പോഴും ഒന്നുകൂടെ ചോദിക്കും ഉമ്മ അടുത്ത്, എല്ലാം ആലോചിച്ചിട്ട് തന്നെ, അതോ ഒന്നുകൂടെ ആലോചിക്കണമായിരുന്നു? ഉമ്മ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. അല്ലമ്മ, ഒരു കാര്യം ഞാൻ പറയാൻ. എങ്കിൽ ഉമ്മ ചെല്ല്. ശരിയമ്മ. വയ്ക്കാം. അല്ല അവിടെ ഉമ്മ ഉറങ്ങുവാണ്, ഞാൻ പുറത്ത് നിന്ന് സംസാരിക്കാം. അവിടെ ജോലിക്കാർ വിളിക്കുന്നു. ചെല്ലെങ്കിൽ ശരി. ആരടുത്ത് എത്ര പറഞ്ഞാലും ഇതൊന്നും മനസ്സിലാക്കത്തില്ല. പണ്ട് എൻ്റെ ആഗ്രഹം ഞാനും അനിയത്തി ഒരു വീട്ടിൽ തന്നെ വന്നാൽ എന്ത് നന്നായിരുന്നേനെന്നാ. പക്ഷേ അതുകൊണ്ടുള്ള ഭവിഷ്യത്തുകൾ ആലോചിക്കുമ്പോഴാണ്. ഇപ്പം എന്ത് ചെയ്യും, വരുന്നിടത്ത് വെച്ച് കാണാം. അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർക്കും കട വീട്ടുകാർക്കും എന്നെ എല്ലാം ഒളിപ്പല്ലേ, ഒരു കാര്യം എന്നോട് പറയത്തില്ലല്ലോ. നീ എല്ലാം വിധി. ഈ പെണ്ണിത് എവിടെ പോയിക്കുന്നു? ത്തേക്കൊന്ന് മയങ്ങിയ ആ സമയം ഈ പെണ്ണ് എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചു വയ്ക്കും. നീ എവിടെ പോയിരുന്നേ? ഉമ്മ എഴുന്നേറ്റായിരുന്നാ? ഞാൻ അങ്ങോട്ട് എൻ്റെ കണ്ണ് അപ്പണം അവള് ഫോണും കൊണ്ടുപോകും. അത് വീട്ടിലൊന്ന് വിളിച്ചതമ്മ. അല്ല അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ എന്തായെന്ന് അറിയാനേ. നിന്റെ ഉമ്മ ഇങ്ങോട്ട് വിളിച്ചാ? അല്ലമ്മ, ഞാനാ ഒന്ന് വിളിച്ചത്. ഉമ്മ ഒരു കാര്യം ചോദിച്ചോട്ടെ അമ്മ, ഞാൻ നാളെ ഒന്ന് വീട് വരെ പോയിട്ട് വരട്ടെ? ഇവിടെ കല്യാണം അല്ലേ? ഇവിടെ കല്യാണമാണ്. ഇവിടെ എനിക്കും 2 ആൺപിള്ളേരാ. അതില് നീ അല്ലേ, പിന്നെ വേറെ ഇവിടെ ആരുണ്ട്? ഞാൻ ഇവിടുത്തെ എല്ലാ പണിയും ചെയ്തു വെച്ചിട്ട് പോവാമ്മ. പിന്നെ എന്നെ കളഞ്ഞിട്ട് എന്നൊക്കെ പോണാ? എൻ്റെ മോൻ പറഞ്ഞാ നിന്റെ അടുത്ത് പോവാൻ? അല്ല, മക്കൾക്കൊക്കെ ഒരാഗ്രഹം, അവർ പറഞ്ഞു കുഞ്ഞായൊക്കെ ഒന്ന് കാണണം. പിന്നെ എൻ്റെ ബന്ധുക്കളെല്ലാം വീട്ടിലുണ്ട്. ഞാൻ കുറേ നാളായി അവരെയൊക്കെ ഒന്ന് കണ്ടിട്ട്, അപ്പോൾ ഒന്ന് പോയി കാണാമെന്നും കൂടെ വിചാരിച്ചമ്മ. കല്യാണ വീടാകുമ്പോൾ ബന്ധുക്കൾ വരും പോവും നിൽക്കും എല്ലാം ചെയ്യും. ഞാൻ ഉറക്കം എഴുന്നേറ്റ് വരുന്നുണ്ട്, ചായ വേണോന്ന് പറഞ്ഞിട്ടില്ലേ? ചായ ഇട്ട് വെച്ചാ? അമ്മയ്ക്ക് ചായ ഇട്ട് തരാം. പോയിട്. അവൾക്ക് കണ്ണ് തെറ്റി അപ്പ വിളിക്കും, ഉമ്മയോ അനിയത്തിയോ. ഇനി എന്തൊക്കെ ഇവിടെ ഞാനിപ്പോ വയ്ക്കാൻ കിടക്കുന്നു. ചേട്ടത്തി അനിയത്തിയും കൂടെ എന്നെ ഭിത്തി തൂക്കുമെന്നറിയത്തില്ല. അനിയത്തി ഒരു ഭദ്രകാളിയാ. പിന്നെ എൻ്റെ മോന് പെണ്ണ് കിട്ടാത്തോണ്ട് ഞാനങ്ങ് സമ്മതിച്ചു. ആദ്യത്തെ കെറി വെച്ച് പോയപ്പോ തന്നെ നാട്ടുകാർ പറഞ്ഞുണ്ടാക്കി ഞാൻ അടിച്ചോട്ടിച്ചാന്ന്. പിന്നെ ഇവളിവിടെ നിന്നോണ്ട് കുറേയൊക്കെ ഞാൻ പറഞ്ഞങ്ങ് മാറ്റി. ഒരു മരുമോള് പൊറുക്കുന്നോന്ന്. അത് എൻ്റെ മോൻ എൻ്റെ കൈക്ക് നിൽക്കുന്നോണ്ട് ഞാൻ പറയുന്നതിനോട് അപ്പുറം അവൻ പ്രവർത്തിക്കത്തില്ല. അതുകൊണ്ട് അവളിവിടെ നിൽക്കുന്നു. ഇല്ലെങ്കിൽ ഇവളൊക്കെ ഇങ്ങനെ നിൽക്കും എൻ്റെ കൂടെ. പിന്നെ മരുമക്കളോടൊരു ചൂടായിട്ട് നിന്നെങ്കിലേ പറ്റും ഇന്നത്തെ കാലത്ത്. അല്ലെങ്കിൽ അവളൊക്കെ നമ്മളെ തറയിൽ
ഇട്ട് വലിച്ചഴയ്ക്കും. ഈ ചൂടൊക്കെ കൊടുക്കണം. മറ്റോൻ പിന്നെ ഇനി അവളെ കാണുമ്പോൾ അവളെ വാലും ചുറ്റി പോന്നോ എന്തോ. ഇത് പിന്നെ ഞാൻ പറയുന്ന മാത്രമേ കേൾക്കൂ. അല്ലെങ്കിലും പിന്നെ കുറേ നാട്ടുകാരുണ്ടല്ലേ. അമ്മായിയമ്മ പോരെയാണ് അവരാണ്. അവസാന അഫ്സൽ തന്നെ പറഞ്ഞു ഇവളെ കെട്ടാന്ന്. ഇവളറിയാതെല്ലാം ഉറപ്പിച്ച് വെച്ച്. 2 വർഷമായിരുന്നു എൻ്റെ വീട് വരെ പോയിട്ട് തന്നെ. ഭർത്താവിൻ്റെ അടുത്ത് ചോദിക്കും പറയാം, ഉമ്മ അടുത്ത് ചോദിക്കാൻ. ഉമ്മ അനുവാദം വല്ലതും തരൂ? അതും ഇല്ല. ഉമ്മായിക്ക് പാപ്പായ്ക്ക് വയ്യെന്ന് പറഞ്ഞാൽ കൂടെ വിടത്ത പോലും ഇല്ല. പാപ്പാണെങ്കിൽ 6 മാസത്തിന് മുമ്പൊന്ന് സൈക്കിളിൽ നിന്ന് വീണ് കാല് ഒടിഞ്ഞു കിടന്നു. ഒരു ദിവസം അവരോടൊന്ന് പോയി ആശുപത്രിയുടെ വെളിയിൽ നിന്ന് കണ്ടിട്ട് വന്നു. അങ്ങനത്തെ വീട്ടിലായിട്ടാ അനിയത്തി ഞങ്ങളെ പറഞ്ഞു വിടാൻ പോന്ന്. ഉമ്മായ്ക്കും പാപ്പായ്ക്കും അങ്ങനെ ഒരു ബോധമെങ്കിലും അല്ലേ? 2 മക്കളുള്ളതും അങ്ങനെ ഒരു അവസ്ഥയിൽ വന്നു നിന്നാ അവർക്ക് പ്രായമായി വരുമല്ലേ? ഇതൊക്കെ പറഞ്ഞ ആര് ചിന്തിക്കാൻ? കല്യാണം എല്ലാം ഉറപ്പിച്ചിട്ടാ പറയുന്നത്. എൻ്റെ ഭർത്താവും അത് തന്നെ, എല്ലാവരും അത് തന്നെ. ആരും എന്നോട് ഒരു വാക്കുപോലും പറഞ്ഞില്ല. ഉമ്മാടുത്തോ പാപ്പാടുത്തോ പറഞ്ഞാൽ പറയും അവളും കൂടെ രക്ഷപ്പെടുന്നേ എനിക്കെന്തോ വിരോധമാണെന്ന്. പക്ഷെ ഇവരൊക്കെ എന്നാ ഇതൊക്കെ മനസ്സിലാക്കുന്നത്? അതും എൻ്റെ സ്വഭാവത്തിന് എതിരോ സ്വഭാവമോ എൻ്റെ അനിയത്തിയുടേത്. അവളും കൂടെ വന്നാൽ ഈ വീടൊരു കുടുംബകലഹം മാറും. നീ വന്നാ? നിന്റെ എത്ര ദിവസമായിട്ട് അവിടെ പറഞ്ഞു വിട്ടതാ തെങ്ങി കയറാൻ ആളില്ല, ഒന്ന് പെട്ടെന്ന് വരെ. മറ്റന്നാ അവിടെ ഒരു കല്യാണം നടക്കേണ്ടതാ. നിന്നെയൊക്കെ ഒരു തെങ്ങി കയറണമെങ്കിൽ എത്ര ദിവസം കാലം പിടിക്കണം? ചോദിക്കുന്ന പൈസ അങ്ങോട്ട് തരുന്നതല്ലേ? എൻ്റെ ഉമ്മായിക്കും പാപ്പായ്ക്കും ഇത്ര കണ്ടാലും മനസ്സിലാവില്ലേ? അവരെങ്ങനെ ഇങ്ങോട്ടൊന്ന് വന്ന് കയറിയാൽ ഇവരെ മോന്ത ഇത്ര കാണും. അത് കണ്ടിട്ട് തന്നെ മനസ്സിലാക്കാത്തൊരു ഉമ്മായും പാപ്പായും ആണല്ലേ എൻ്റെത്. എന്നിട്ട് അവർ ഈ വീട്ടിലോട്ട് തന്നെ അനിയത്തിയെ കൂടെ പറഞ്ഞു വിടാൻ പോന്നു. അവർക്ക് നല്ലൊരു ബന്ധം വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അവരൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ കാശുകളുള്ള വീട്ടിലോട്ട് വന്ന് കയറുമ്പം അവളും കൂടെ രക്ഷപ്പെട്ടാലോ എന്നൊക്കെ. എൻ്റെ ഇളയ മോൻ്റെ കല്യാണോടാ. പെണ്ണ് ഇവളെ അനിയത്തി, മൂത്ത മരുമോൾ അനിയത്തി. ഇവരൊന്ന് പറഞ്ഞാൽ അവൾ 5 പറയും. ഇതെല്ലാം ഞാൻ തന്നെ കാണണമല്ലോ. അല്ല, അവരെ വീട്ടുകാർ പറഞ്ഞ് ഒരു വീട്ടിൽ തന്നെ 2 പെൺപിള്ളാരെയും കെട്ടിച്ചു വിടുമ്പോൾ പിന്നെ ഞാൻ അതിനെ എതിരൊന്നും പറയാൻ നിന്നില്ല. അത് അവള് ഭയങ്കര അഹങ്കാരി പെണ്ണല്ലായിരുന്നു അവൻ്റെ മൂത്ത പെണ്ണ്. ഇവിടെ എന്തൊക്കെയാ പെടുത്തിയത്. അവസാനം ഗതി കെട്ട് അവ ഒഴിഞ്ഞു. അവ അങ്ങനെയൊന്നും ഒഴിയത്തില്ലായിരുന്നു. ഞാൻ എൻ്റെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒന്നും അവരോട് പറയാത്തതുകൊണ്ടായിരിക്കും. അവര് വിഷമിക്കണ്ടെന്ന് വിചാരിച്ചാൽ ഞാൻ അത് പറയാതിരുന്നത്. ഇതൊക്കെ അവരെയൊക്കെ ചിന്ത ഞാൻ ഭയങ്കരമായിട്ട് സുഖിച്ച് കഴിയുകയാണെന്ന്. എല്ലാം ഞാൻ മാത്രമല്ലേ അറിയുന്നുള്ളൂ. അവളങ്ങ് പിടിച്ചു പിടിയാലേ കൊണ്ടുപോകാൻ നിന്നല്ലേ അവനെ. വേറെ വീടെടുത്ത് മാറണം. ഞാനുമായിട്ട് ഒരു താരത്തിൽ ചേരത്തില്ല. ഞാൻ ചക്കയെന്ന് പറഞ്ഞാൽ അവള് ചുക്കെന്ന് പറയും. എങ്ങനെയൊക്കെ ബാധ ഒഴിപ്പി. ഉമ്മ പറഞ്ഞ അതേ പടി അനുസരിക്കുന്നൊരു മോൻ. ഉമ്മ തുമ്മണ്ടെന്ന് പറഞ്ഞാൽ തുമ്മാത്തൊരു മോൻ. അങ്ങനെ ഒരു ഭർത്താവിൻ്റെയും ഉമ്മയുടെ ഇടയിൽ ജീവിക്കുന്ന എൻ്റെ ബുദ്ധിമുട്ട് അതൊന്നും അല്ല എൻ്റെ വിഷയം. എൻ്റെ അനിയത്തിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എൻ്റെ ഓപ്പോസിറ്റാ. ഇവരൊന്ന് പറഞ്ഞാൽ അവര് 2 പറയും. 2 പേരും കൂടെ തമ്മി അടി കൂടുന്ന വേണ്ടി ഞാൻ കാണേണ്ടി വരുമല്ലേ. നീ ഇനി സംസാരിച്ചോണ്ടിരിക്കണ്ട, പോയി തെങ്ങി കയറ്. തേങ്ങയെല്ലാം നടത്തി അങ്ങ് ബാക്കിലിട്ടിരുന്നാ മതി. ഞാൻ മരുമോളെ കൊണ്ട് ഞാൻ പറക്കിച്ചേക്കാം. നിന്റെ പെണ്ണുമ്പിള്ള എടുത്ത് പറ, നാളെ ഇവിടേക്ക് വന്നൊന്ന് തൂത്ത് വൃത്തിയാക്കി ഇട്ട് തരാൻ പറയണേ. ഇതൊക്കെ ഓർത്തിട്ടാ ഞാൻ വേണോ എന്ന് ഉമ്മ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞത്. വാപ്പാടത്തൊന്നും പറയാനും ഉമ്മ സമ്മതിക്കത്തില്ല. നാളെ അനിയത്തിയുടെ കല്യാണമാണ്. ഇക്കാലത്ത് ഞാൻ എത്ര ദിവസം മുമ്പേ ഒന്ന് ചോദിച്ചതാ. കൂടാൻ എനിക്കും ആഗ്രഹമില്ലേ.
എൻ്റെ അനിയത്തിക്ക് എന്താ വില? അവളെ കൊണ്ടൊന്നും നടക്കത്തില്ല. ഇവിടെ തന്നെ 100 കൂട്ടം ജോലിയുണ്ട്. അത് അങ്ങനത്തെ ഒരു പെണ്ണ്. പയ്യ അനങ്ങിയിരിക്കും. എങ്കിൽ ശരി, ചെല്ല്. സംസാരിച്ചോണ്ട് ഇന്ന് സമയം കളയണ്ട, ചെല്ല്. തേങ്ങയൊന്നും പറക്കി അപ്പുറം ഒന്നും ഇട്ടേക്കരുത്. മൊത്തം ഇവിടെ തന്നെ ഇടണം. സ്വന്തം അനിയന്റെ കല്യാണം അല്ലേ, അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്യാനാ ഇക്ക പറഞ്ഞത്. പോണോന്നും പറഞ്ഞ് നിൽക്കുമായിരുന്നു വീട്ടില്. അനിയത്തിയുടെ കല്യാണം അല്ലേ എന്ന് പറഞ്ഞു. അവനെ ഒന്ന് വിളിക്കട്ടെ. അൻസറിനെ ഒന്ന് വിളിക്കട്ടെ. അവനിക്കാണെങ്കിൽ ഇനി വന്നോളാൻ വയ്യ. കല്യാണം ആയപ്പോൾ അനിയൻ്റെ കല്യാണം കൂടാൻ വരണമെന്ന്. അവ ഇവിടെ വന്നാൽ പിന്നെ ഇവിടുത്തെ കാര്യങ്ങളും ചിലവുകളൊക്കെ പിന്നെ ആര് നോക്കും? അവളെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുമോ? അവപ്പാട് നക്കാപ്പിച്ച ഇട്ടാ കെട്ടിക്കുന്നവര്. ചിലവ് മൊത്തം അവൻ നോക്കണം. അമ്മാ. ഹലോ മോനെ. എന്താ അമ്മ? നിന്റെ പെണ്ണുമ്പിള്ള അങ്ങ് ഫോൺ വിളിയാടാ. അങ്ങ് അവളെ വീട്ടിൽ വിളിക്കണ, അവിടെ വിളിക്കണ, ഇവിടെ വിളിക്കണ. എൻ്റെ കണ്ണ് കെറ്റിയാ പോയി ഫോൺ വിളിച്ചു കളയും. അതാ ഇനി ഉമ്മ അടുന്ന് വിളിക്കുന്ന അങ്ങ് ചെല്ലാൻ വേണ്ടി. അവളങ്ങ് പോയാ ഇവിടെ ആരടാ? ഉമ്മ ഞാൻ നാട്ടിൽ വരട്ടാ? നീ ഇപ്പൊ വരണ്ട, കല്യാണമൊക്കെ കഴിയട്ടെ. എന്നിട്ട് അവൻ വന്ന് ലീവ് കയറിയിട്ട് അവൻ അങ്ങ് പോകുമ്പോ നീ വന്നാ മതി. നീ ഇപ്പൊ 2 കൊല്ലമല്ലേ അയാള്. എനിക്കും കൂടി അനിയന്റെ കല്യാണം കൂടായിരുന്നു. നിന്റെ അടുത്ത് നിന്റെ പെണ്ണുമ്പിള്ള പറഞ്ഞായിരിക്കും അങ്ങനെ. അതൊന്നും നോക്കണ്ട. നീ അവിടെ ഇപ്പൊ അവൻ വന്ന 6 മാസം നിക്കത്തില്ലേ? അപ്പൊ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെലവുകൾ നടക്കണ്ടേ? ഞാൻ ഇപ്പൊ വന്നിട്ട് 2 വർഷമായില്ലേ അമ്മ? നീ ഒരു കാര്യം ചെയ്, അവള് പോണ്ടാന്ന് പറഞ്ഞേരെ കേട്ടാ. നീ നിന്നെ വിളിച്ച് മിക്കവാറും ചോദിക്കും. അതാ വരുന്ന. ഉമ്മ, വെള്ളത്തിന് നല്ല ചൂടുണ്ടേ ഉമ്മ. വെച്ചിരുന്ന് താമസിപ്പിക്കാതെ കുളിക്കണേ, അല്ലെങ്കിൽ പിന്നെ ഇനി ചൂടാക്കാനേ ചൂട്ടെല്ലാം നനഞ്ഞു കിടക്കുക. വെള്ളം ചൂടാക്കിയാ? അങ്ങ് ബാത്റൂമിൽ വെച്ചേരെ. ഉമ്മ, ഇക്കാണാ വിളിക്കുന്നേ? ഒന്ന് വെക്കല്ലേന്ന് പറയണേ ഉമ്മ, എനിക്കൊന്ന് സംസാരിക്കാനുണ്ട്. അവൻ തന്നെ വിളിക്കുന്നേ. അമ്മ ഫോൺ വെക്കട്ടെ, എനിക്ക് ജോലിയുണ്ട്. അല്ലെങ്കിൽ നീ വെച്ചേരെ. അവള് വരുമ്പോഴത്തേക്ക് വെക്കല്ലേന്ന് പറഞ്ഞിട്ട് പോയി. നീ വെച്ചേരെ. ശരിയെങ്കിൽ ഇപ്പോഴങ്ങ് വിളിക്കണ്ടേ. വിളിച്ചാൽ അവളെടുത്ത് അനുവാദം ഒന്നും കൊടുക്കല്ലേ. അങ്ങ് പോവാനൊന്നും പറഞ്ഞ് വാശി പിടിച്ചിരിക്കും. ഇവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു, എന്നെ കൊണ്ടൊന്നും കൂട്ടിയാ കൂടത്തില്ല. ശരിയെങ്കിൽ ഫോൺ. പിന്നെ അവൻ ജോലിക്ക് കയറണ്ടേ? പിന്നെ നിന്നുമായിട്ട് കിന്നരിച്ചോണ്ടിരുന്നാ മതിയാ? അവൻ ആവശ്യത്തിന് വിളിച്ച് വെച്ച. അല്ല വെക്കല്ലേ ഞാൻ പറഞ്ഞില്ലേ മോ, എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു. ഞാൻ രാത്രിയെല്ലാം വിളിക്കുമായിരിക്കും. എൻ്റെ സമയം പോലെ വിളിക്കട്ടെ. ഇക്ക അങ്ങ് വെച്ച് കളഞ്ഞല്ലേ. വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ട് നോക്കാം. ഇക്ക ഒന്ന് കോൾ ചെയ്യിക്ക. കുളിക്കുക, ഒന്ന് വിളിച്ചെങ്കിൽ. ഹലോ. ഇക്ക എന്താ മുമ്പേ കട്ട് ചെയ്തത്? എനിക്കിപ്പോ ജോലി സമയമാണെന്ന് അറിഞ്ഞൂടെ? നീ എന്തിനാ വിളിക്കുന്നത്? അല്ല, ഉമ്മ വിളിച്ചപ്പോ എനിക്ക് ഒരു കാര്യം ഒന്ന് സംസാരിക്കാനാ ഞാൻ വെക്കല്ലേന്ന് പറഞ്ഞത്. എന്ത് സംസാരിക്കാൻ? ഞാൻ അന്ന് പറഞ്ഞില്ലേ നാളെ അന്ന് ഞാൻ വീട് വരെ പോട്ടേക്കാ. വേണ്ട, നീ ഇവിടെ വീട്ടിൽ നിന്നാ മതി. ഇവിടെ ആരും ഇല്ലല്ലേ? അല്ല, കല്യാണം മറ്റന്നാളല്ലേ, നീ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? എന്റെ ബന്ധുക്കളെല്ലാം വന്ന്. അത് മാത്രമല്ല, എന്റെ അനിയത്തിയുടെ കല്യാണം അല്ലേക്കാ. അനിയത്തിയെ കെട്ടിക്കൊണ്ട് ഇവിടെ അല്ലേ വരുന്നത്? നിനക്ക് കണ്ടുകൂടെ ഇനി? അതൊക്കെ ശരിയാണ്, പക്ഷെ എന്റെ വീട്ടിലൊരു വിശേഷം നടത്തുമ്പോ അവളെ ചേട്ടത്തിയായിട്ട് നിന്ന് എല്ലാ കാര്യങ്ങളും നടത്തേണ്ട ഞാൻ ഇവിടെ നിന്നാലാ? അപ്പൊ ഇത് നിന്റെ വീടല്ലേ, നീ ഇവിടെ നിന്നാ മതി. നീ ഇപ്പൊ അങ്ങോട്ട് പോണ്ട. എന്റെ വീടാണെന്ന് പറയുമ്പോ മാത്രമുണ്ട് എന്റെ വീടാന്ന്. എന്റെ വീട്ടിൽ എന്ത് സ്വാതന്ത്ര്യം എനിക്ക് ഈ വീട്ടിലുള്ളത്? ഞാൻ ഉമ്മാടുത്തെല്ലാം സംസാരിച്ചിട്ടുണ്ട്. നീ ഇവിടെ നിന്നാ മതി, നീ ഇപ്പൊ അങ്ങോട്ട് പോണ്ട.
ഇവിടെ വിശേഷമായിട്ടൊന്നും ഇല്ലല്ലേ, ഇവിടെ ചടങ്ങുകളോ ഒന്നുമില്ല. അനിയൻ്റെ രണ്ടാം കെട്ടും കൂടെ ആയതുകൊണ്ട് ഇവിടെ ആരും വരുത്തുമില്ല, എല്ലാവരും അങ്ങ് ഓഡിറ്റോറിയത്തിൽ വരുത്തുള്ളൂ. അപ്പോൾ പിന്നെ അനിയൻ നാളെ എത്തുകയും ചെയ്യും. അപ്പോൾ ഉമ്മായിക്ക് കൂട്ടായിട്ട് അനിയനും ഉണ്ട്. അപ്പം ഞാനൊന്ന് പോയിട്ട് ഞാൻ വൈകിട്ടിഞ്ഞ് എത്താം. ഞാൻ പറഞ്ഞിട്ട് പോയാൽ മതി. നീ ഇപ്പോൾ പോണ്ട, നീ ഇവിടെ നില്ല്. ഞാൻ പിന്നെ വിളിക്കാം, ഞാനിപ്പോൾ ഡ്യൂട്ടിയിലാണ്. ശരി, ഓക്കെ. ഉമ്മയുടെ ഫോട്ടോ കോപ്പി ഒരു മോനും, പക്ഷെ അനിയന് കുറേ വ്യത്യാസമുണ്ട്. ഓ എങ്കിലും എന്താ, എന്നിട്ട് മനസ്സിലാക്കിയിട്ടില്ല അനിയൻ്റെ ആദ്യത്തെ ഭാര്യ എന്തുകൊണ്ടാണ് ഒഴിഞ്ഞു പോയെന്നെങ്കിലും. ഇവർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഇവരെ സ്വഭാവത്തിനനുസരിച്ച് നിൽക്കാത്തതുകൊണ്ടാണ് ആ പെണ്ണ് ഈ വീട്ടിൽ നിന്ന് ഓട്ടിച്ചത്. ഇതെല്ലാം അറിയാവുന്ന എൻ്റെ വീട്ടുകാരും അതിന് സമ്മതം. ഇക്കാര്യം ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. ഇവിടെ എന്തൊക്കെയാണോ എന്തോ നടക്കാൻ പോകുന്നത്. സബീത എന്ന് വിളിക്കായിരുന്നു. വേണ്ട, അവളെ കൂടെ ഞാൻ വിഷമിപ്പിക്കുന്ന എന്തിനാ. എന്താ ഉമ്മ ഇറങ്ങിയാ? ഫോണിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നുണ്ടാ പ്രശ്നമാവില്ല.